അപ്പോൾ നമ്മൾ കണ്ണൂരേക്കുള്ള ഒരു യാത്രയിലാണുള്ളത്. അജു ഫുള്ളൊന്ന് സ്റ്റൈലാക്കുന്നുണ്ട്, വീഡിയോ വരുന്നുണ്ടെന്ന് യൂട്യൂബിൽ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇത്തിരി സുന്ദരനാകാൻ ശ്രമിക്കുകയാണ്. ഓൾറെഡി അവൻ സുന്ദരനാണ്, പിന്നെ അതിന് സുന്ദരനാവാണെന്നില്ല അജു കേട്ടാ. പിന്നെ നമ്മൾ അഫുണ്ട്, ബാക്കിൽ റിയാനുണ്ട്, റിഫു ഉണ്ട്, നിഹാലുണ്ട്, റിയാനുണ്ട്, ഹംദാനുണ്ട്, ഹിബമോളുണ്ട്. എടുത്തു നമ്മൾ രാജകുമാരി എടുത്തു, കൊച്ചു രാജകുമാരി. ആയോ ഹിബ. നമ്മളിങ്ങനെ ഒരു കണ്ണൂരേക്കൊരു യാത്രയാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, പക്ഷേ ഇപ്പം അത് കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വണ്ടി നിർത്തിയതാണ്. ഞാൻ കണ്ണൂർ വഴി പഴയങ്ങാടിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിലൂടെ വണ്ടി പാസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചൊക്കെ ഓർമ്മ വന്നത്. മാത്രമല്ല നമ്മുടെ ഉബൈദ് ഇവിടുത്തെ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ട് ഒരു ഓട്ടോയിൽ സഞ്ചരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് വിവരണം നൽകുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് കാണണമെന്നും കൂടുതലൊന്ന് മനസ്സിലാക്കാനും വേണ്ടി ഞാനിവിടെ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നിർത്തിയതാണ്. ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ സംഭവം കൂടുതൽ വണ്ടിയൊന്നും സ്റ്റോപ്പില്ല. നമ്മൾ വണ്ടി അവിടെ വെച്ചു. രണ്ട് വണ്ടി ലോക്കല്. ഇവിടെ സ്റ്റേഷൻ മാഷോ സ്റ്റേഷനോ ഒന്നുമില്ല. എവിടെയാണ്? അപ്പുറത്താ. ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് ഇത്തിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ. സ്റ്റേഷൻ മാഷെ ആ റൂമും കാര്യങ്ങളും പ്ലാറ്റ്ഫോമൊക്കെ. അപ്പം ഇവിടെ ഈ ചിറക്കൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് രാജാക്കന്മാരുടെ, കോടത്തിരി രാജാക്കന്മാരുടെ കോവിലുകളുടെ സ്ഥലമായിരുന്നു ചിറക്കൽ. ആ ഒരു പേര് വരാൻ തന്നെ വേറെ എന്തൊക്കെയോ ഒരു കാരണങ്ങളുണ്ട്. അവിടെ ഒരു ചിറവുള്ള കുറച്ച് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മുമ്പ് വണ്ടിയൊക്കെ സ്റ്റോപ്പുണ്ട്. ഇപ്പം ലോക്കൽ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒരു സ്റ്റോപ്പാണിത്. മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് സ്റ്റോപ്പ്. അതിനുശേഷം പിന്നെ പാപ്പിനിശ്ശേരി പിന്നെ സ്റ്റോപ്പുണ്ട്, വളപട്ടണം. ഇവിടുന്ന് നടന്ന് ഞാൻ ഇവിടെ വരെ എത്തി, സ്റ്റേഷൻ്റെ പ്രധാന ഒരു കവാടത്തിലേക്ക്. പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പാലക്കാട് ഡിവിഷൻ സൗത്ത് റെയിൽവേ ചിറക്കൽ. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിറക്കലാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ വളപട്ടണം, പിന്നെ പാപ്പിനിശ്ശേരി, പിന്നെ കണ്ണപുരം, പഴയങ്ങാടി എന്നിങ്ങനെ റോഡാണ് നീണ്ടു പോകും. ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം, ടിക്കറ്റ് കൗണ്ടർ. ഇത് നേരെ മറുവശത്ത് ചെറിയ റോഡുണ്ട് കേട്ടോ. ഈ രണ്ട് ഭാഗത്തുള്ള ഗ്രിൽസും ബന്ധാക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ്. പഴയ കാലത്ത് റോഡോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലാതിരുന്നൊരു കാലത്ത് ജനങ്ങളൊക്കെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനും ഒക്കെ തന്നെയായിരുന്നു. പഴയ കാലത്തുള്ള ആ റൈറ്റും കാര്യങ്ങളും ബോർഡും ഇപ്പോഴും ചുമരിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ളത് ലോക്കൽ, രാവിലെ ഒരു ലോക്കൽ, വൈകിട്ടും 2 ലോക്കൽ ട്രെയിൻ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ എന്നാണ് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചരിത്രങ്ങളേറെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് ചിറക്കൽ. മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ഈ ചിറക്കൽ. 1918 ജൂലൈ 5 ചിറക്കലെ തെക്കോടകത്ത് രാവുണ്ണിമാരുടെയും തലശ്ശേരി കണ്ണോത്ത് കല്യാണി മാസാരുടെയും മകനായി ജനിച്ച കെ കരുണാകരൻ്റെ നാടാണ് ചിറക്കൽ. ക്രമേണ വാഹന സൗകര്യങ്ങളൊക്കെ കൂടി അതിനുശേഷം ജനങ്ങളൊക്കെ ഇവിടെയുള്ള എന്താ പറയുക ഈ റെയിൽവേ ഉപയോഗപ്പെടുത്തൽ കുറഞ്ഞതോടുകൂടി സ്റ്റോപ്പ് കുറഞ്ഞു. ഇപ്പോൾ ലോക്കൽ വണ്ടി മാത്രമേ സ്റ്റോപ്പുള്ളൂ. വീണ്ടും ഇവിടെ പണി ആരംഭിക്കാനുള്ള എന്തോ പരിപാടിയുണ്ട്. കുറേ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എന്താ പറയുക ഓവർ ബ്രിഡ്ജൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലത്തൊക്കെ ടൈൽസ് പതിക്കേണ്ട പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ഹാരിസിനൊപ്പം റിപ്പോർട്ടർ ഹാരിസ് തന്നെ. ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. അത് ഒന്നാമത് ദൂരം കാരണം
ദൂരപരിധി അനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് വന്നിട്ടുള്ളത്. പിന്നെ വേണ്ടത്ര യാത്രക്കാരില്ലാത്തതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ റെയിൽവേയുടെ ആരംഭം ഏത് വർഷമാണെന്ന് അറിയോ? 1853 ഇന്ത്യൻ റെയിൽവേയുടെ തുടക്കം. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിപുലമായ ഒരു തീവണ്ടി പാതയാണ് ഇന്ത്യൻ റെയിൽവേ. ഏകദേശം ഒരു 5000 കോടി യാത്രക്കാരും 650 ദശലക്ഷം ടൺ ചരക്കുകളും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽവേ പാതയിലൂടെ നീങ്ങുന്നുണ്ട് എന്നാണ് കണക്ക്. എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ നിലനിൽക്കുന്നു. മാത്രമല്ല 16 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തൊഴിൽ നൽകുന്ന ഒരു ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തം തീവണ്ടി പാതയുടെ നീളം 63,940 കിലോമീറ്ററോളം വരും. 2025 ഡിസംബർ മാസത്തെ കണക്കുകൾ പ്രകാരം ഇതിൽ 99% വൈദ്യുതീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. ഇംഗ്ലണ്ടിൽ തീവണ്ടി ആദ്യമായി ഓടിയതിനു ശേഷം ഒരു 28 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഓടി തുടങ്ങിയത്. പോറിബന്ദർ, ബോംബെ, താന എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ആദ്യമായി ഈ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. അന്ന് തീവണ്ടി എന്നായിരുന്നു, കാരണം കൽക്കരി കൊണ്ടുണ്ടാക്കി ഓടി തുടങ്ങിയതിനാൽ തീവണ്ടി എന്ന പേരിലായിരുന്നു അന്ന് മലയാളികളൊക്കെ പറഞ്ഞിരുന്നത്. ആദ്യ ദൂരം ഒരു 34 കിലോമീറ്റർ ദൂരം മാത്രമായിരുന്നു. സാഹിബ്, സിന്ധ്, സുൽത്താൻ എന്നിങ്ങനെയായിരുന്നു അന്ന് ഉപയോഗിച്ച തീവണ്ടികളുടെ പേരുകൾ. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം കൽക്കത്തയിലും തീവണ്ടി ഗതാഗതം ആരംഭിച്ചു. 1854 ആഗസ്റ്റ് 15 ഹൗറയിൽ നിന്ന് ഹുഗ്ലിയിലേക്ക് യാത്രാ വണ്ടി ഓടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ 1856 മദ്രാസ് റെയിൽവേ കമ്പനി മദ്രാസിലും ആദ്യത്തെ തീവണ്ടി പാത തുറന്നു. ഇത് റോയൽപുരം മുതൽ ചിന്നാമപ്പേട്ട വരെ ആയിരുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 42 വ്യത്യസ്ത തീവണ്ടി ശൃംഖലകൾ ഉണ്ടായിരുന്നു. 1951 ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒറ്റ ശൃംഖലയാക്കുകയും ഇന്ത്യൻ റെയിൽവേ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. 1952 6 റെയിൽവേ മേഖലകൾ നിലവിൽ വന്നു. 1985 ആയപ്പോഴേക്കും ആവി എഞ്ചിനുകൾ പാടെ ഉപയോഗത്തിലില്ലാതായി. അതിനു പകരം ഡീസൽ, ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ചു തുടങ്ങി. 1995 ആയപ്പോഴേക്കും സീറ്റ് റിസർവേഷൻ തുടങ്ങിയ ജോലികൾ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ചു. കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട റെയിൽവേ പാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെ 30.5 കിലോമീറ്റർ നീളത്തിലായിരുന്നു. 1861 മാർച്ച് 12 പ്രവർത്തനം തുടങ്ങി. തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ഒരു വർഷം മെയ് 1 കുറ്റിപ്പുറത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് അടുത്ത വർഷം സെപ്റ്റംബർ 23 പട്ടാമ്പിയിൽ നിന്ന് കോയമ്പത്തൂരിലുള്ള പോത്തന്നൂരിലേക്ക് 1862 തന്നെ ഏപ്രിൽ 14 തീവണ്ടികൾ ഓടിത്തുടങ്ങി. റെയിൽവേയെക്കുറിച്ചിട്ടും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടും അതിനുള്ള കുറേ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാൻ തന്നെയുണ്ട്. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. വീണ്ടും ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സജീവമാകുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് അബ്ദുള്ള. ബൈ ബൈ.